നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. IS ബന്ധം ഒരാൾ പിടിയിലായി. ആദ്യം പ്രധാന വാർത്തകൾ. IS ബന്ധം തൃക്കരിപ്പൂർ സ്വദേശി മുംബൈയിൽ പിടിയിൽ. തീവ്രവാദ ബന്ധം ആരോപിച്ച് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. ജാതി സർട്ടിഫിക്കറ്റിന് സ്ഥിരം സംവിധാനമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടാതെ കോളേജ് അഡ്മിഷൻ വരെ നഷ്ടമാകുന്നതായി പരാതി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. മാടായി കോളേജിൽ സംഘർഷം. 2 SFI പ്രവർത്തകർക്കും 4 KSU പ്രവർത്തകർക്കും പരിക്ക്. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. പടിയിറങ്ങേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് അഭയമായി ഉദിനൂർ യൂണിക് എഡ്യൂകോം സെന്റർ. വാർത്തകൾ വിശദമായി. IS ബന്ധം വീതിയിൽ നാടും ജനങ്ങളും. IS ബന്ധം ഒരാൾ പിടിയിലായി. തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശി ഫിറോസ് ഖാനാണ് മുംബൈയിൽ നിന്ന് പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്താൽ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കാണാത്തവർക്കെതിരെ UAPA ചുമത്തി. ഞായറാഴ്ച വൈകിട്ടോടെയാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശി ഫിറോസ് ഖാൻ എന്ന 24-കാരനെ അന്വേഷണ സംഘം പിടികൂടിയത്. മുംബൈ ഡോങ്ക്രിയിലെ ഹോട്ടലിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സംഘമാണ് ഇയാളെ പിടികൂടിയത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാതായ 17 പേരിൽ ഏറ്റവും അവസാനമായി ബന്ധുക്കൾക്ക് സന്ദേശം അയച്ചത് ഫിറോസ് ഖാൻ ആയിരുന്നു. കഴിഞ്ഞ മാസം 22-ന് കോഴിക്കോട്ടേക്കെന്ന് പറഞ്ഞാണ് ഇയാൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിലെ ഫോണിലേക്ക് വിളിച്ച് തൃക്കരിപ്പൂരിൽ നിന്ന് ചിലർ സിറിയയിലെത്തിയിട്ടുണ്ടെന്നും IS ക്യാമ്പിലാണ് ഇവരെന്നും പറഞ്ഞിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്നും താൻ മുംബൈയിലുണ്ടെന്നും ഇക്കാര്യം ആരെയും അറിയിക്കരുതെന്നും ഫിറോസ് പറഞ്ഞതായാണ് പോലീസ് നൽകുന്ന വിവരം. ഫിറോസ് വിളിച്ച ടെലിഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. ഫിറോസ് ഖാനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കാണാതായവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. രഹസ്യകേന്ദ്രത്തിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തീവ്രവാദ ബന്ധം ആരോപിച്ച് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് യുവമോർച്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളങ്കുഴി ഉദ്ഘാടനം ചെയ്തു. IS ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഉടുമ്പന്തലയിലെ അബ്ദുൾ റഷീദ്, ഭാര്യ സോണി സെബാസ്റ്റ്യൻ എന്ന ആയിഷ, തൃക്കരിപ്പൂരിലെ ഇസ്മായിലിന്റെ മകൻ മർവാൻ, ഷഹനാസ് എന്നിവർ ജോലി ചെയ്തിരുന്ന തൃക്കരിപ്പൂർ ITയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ ഭീകരവാദികൾക്ക് താവളമൊരുക്കുന്നു എന്നാരോപിച്ച് യുവമോർച്ച തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിലുടനീളം ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. പേക്കടം മണിയനൊടി വഴി IT ജംഗ്ഷനിലെ സ്കൂൾ ലക്ഷ്യമിട്ട് നീങ്ങിയ മാർച്ചിന് M വിജേഷ്, ധനുഷ്, യതീഷ്, പ്രിയേഷ്, അജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിനെ നിരീക്ഷിച്ച് കനത്ത പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. മാർച്ചിനെ പോലീസ് സംഘം സ്കൂൾ കവാടത്തിൽ തടഞ്ഞു. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഇരുന്ന് മുദ്രാവാക്യം വിളി തുടങ്ങി. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളങ്കുഴി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അന്വേഷണ സംഘം ഈ കാസർഗോഡ് എത്തിയിരിക്കുന്നു. ഈ സമയത്താണ് ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് ബോധമുണ്ടായത്. വിപ്ലവം തീതുപ്പുന്ന വിപ്ലവകാരിയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ കേരളത്തിൽ. പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം, ഇത്രയും ഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ആ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? യുവമോർച്ച കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി AP ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. T കുഞ്ഞിരാമൻ, മനോഹരൻ കുവാരത്ത്, M ഭാസ്കരൻ, K കുഞ്ഞിരാമൻ, T ഗംഗാധരൻ, AV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് ഭീകരവാദം ദേശീയ അന്വേഷണ ഏജൻസി കൈമാറണമെന്ന് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2016 ജനുവരി മുതൽ ജൂലൈ 10 വരെ 32 ലവ് ജിഹാദ് സംഭവങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് വിഷയങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ഭരണ നേതൃത്വത്തെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഹിന്ദു ഐക്യവേദിയും സംഘ ക്ഷേത്ര സംഘടനയുടെ ഭാഗമായിട്ട് ഹിന്ദു ഹെൽപ്പ് വളരെ കൃത്യമായി തെളിവുകൾ സഹിതം
പല രേഖകളും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഇത് RSSന്റെ ഒരു അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഖവിലക്കെടുക്കാതെ ഗവൺമെന്റും പോലീസും അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. ഹിന്ദു വിഭാഗത്തിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുകയാണ്. അതിന്റെ പ്രധാന തെളിവാണ് കാസർഗോഡ് ഗവൺമെന്റ് സെഞ്ചുറി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിമിഷ ഫാത്തിമയായി മാറി ഭീകരപ്രവർത്തനത്തിന് പോയത്. ഇത്തരം സംഭവങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു ഹെൽപ്പ് ലൈനും പലതവണ പോലീസിന് മുന്നിലെത്തിച്ചിട്ടും കൃത്യമായി ഇടപെടാത്തതാണ് ഇത്തരത്തിൽ ലവ് ജിഹാദ് സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് സ്റ്റുഡന്റ് മൂവ്മെന്റ്, മുജാഹിദീൻ സ്റ്റുഡന്റ് മൂവ്മെന്റ്, ഷഹീദി ഫോഴ്സ് തുടങ്ങിയ സംഘടനകൾ പിടിമുറുക്കുകയാണെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ആയതിനാൽ സമഗ്ര അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. ന്യൂനപക്ഷ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ പ്രവർത്തനം നിരീക്ഷിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി TV ഷിബിൻ, K പത്മനാഭൻ, KP ലോഹിതാക്ഷൻ, TV രാജേഷ്, PV രൂപേഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. IT-യിൽ പ്രവർത്തിക്കുന്ന പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ 3 അധ്യാപകർ IS സംഘടനയിലേക്ക് എത്തിയതിന്റെ സത്യാവസ്ഥ സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണമെന്നും അവരെ ശിക്ഷിക്കണമെന്നും DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് നേതൃത്വം. IS എന്ന ലോക ഭീകര സംഘടനയുടെ ഇന്ത്യൻ പതിപ്പായ RSS ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുകയാണെന്നും ബ്ലോക്ക് പ്രസിഡന്റ് PK വിനോദ് നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 2-3 ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും IS എന്ന് പറയുന്ന ലോക ഭീകര സംഘടനയിലേക്ക് തൃക്കരിപ്പൂരിൽ നിന്നും പടന്നയിൽ നിന്നും അതുപോലെ തന്നെ IT-യിൽ പ്രവർത്തിക്കുന്ന പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ 3 അധ്യാപകരും ഈ സംഘടനയിലേക്ക് ചേക്കേറിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് DYFIക്ക് പറയാനുള്ളത്. അന്വേഷണം നടത്തി തെറ്റുകാരാണെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കണം എന്നുകൂടി DYFI ആവശ്യപ്പെടുകയാണ്. എന്നാൽ IS എന്ന് പറയുന്ന ലോക ഭീകര സംഘടനയുടെ ഇന്ത്യൻ പതിപ്പായിട്ടുള്ള RSS ഈ വിഷയത്തെ, ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ വിഷയത്തെ കരുവാക്കിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ട് ഈ നാട്ടിൽ ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങളും തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ ശക്തമായിട്ട് DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മലയാളികൾ IS-ൽ ചേർന്ന വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ച് ദുരൂഹത അകറ്റാനും ആശങ്ക നീക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് പയ്യന്നൂർ മണ്ഡലം മുജാഹിദ് അവസമിതി ആവശ്യപ്പെട്ടു. യോഗത്തിൽ അബ്ദുറഹ്മാൻ MP അധ്യക്ഷത വഹിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ജാതി സർട്ടിഫിക്കറ്റിന് സ്ഥിരം സംവിധാനമില്ല. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിൽ. ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാതെ കോളേജ് അഡ്മിഷൻ വരെ നഷ്ടമാകുന്നതായി പരാതി. കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജാതി സർട്ടിഫിക്കറ്റിനായി നെട്ടോട്ടമോടുകയാണ്. കൃത്യസമയത്ത് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് കോളേജിൽ പ്രവേശനം നിഷേധിക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ സ്ഥിരം സംവിധാനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇത് സാധിക്കാത്തതാണ് പ്രധാന പ്രശ്നം. അല്ലെങ്കിൽ 2 സാക്ഷികളെ ഹാജരാക്കണം. ഓരോ തവണ സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകുമ്പോഴും വീണ്ടും വീണ്ടും സാക്ഷികളെ ഹാജരാക്കേണ്ടത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കാതെ കഴിഞ്ഞ ഏതാനും മാസം മുൻപ് റെയിൽവേയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ അഭിപ്രായം. പട്ടികജാതിക്കാരുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് സ്കൂൾ, കോളേജ്, വീട്, സ്ഥലം എന്നിവ വാങ്ങേണ്ടതിന് അനിവാര്യമായൊരു ഘടകമാണ് സ്കൂൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അച്ഛൻ്റെയും കൂടി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയൂ എന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ മാറുന്നു. കഴിഞ്ഞ 20-ാം തീയതി റെയിൽവേൻ്റെ അപേക്ഷ വിളിച്ചു. അതിൻ്റെ അവസാന ഡേറ്റ് 20-ാം തീയതിയാണ്. നിരന്തരം തഹസിലായിട്ട് ബന്ധപ്പെട്ട് 22-ാം തീയതിയാണ് 2 സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് അത് അപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. പട്ടിക വിഭാഗക്കാരെ ദുരിതത്തിലാഴ്ത്തുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നു. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ കോൺഗ്രസ് നേതാവ് KV കുഞ്ഞികൃഷ്ണന്റെ വീടിന് നേരെ വീണ്ടും ആക്രമണം. ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തു. അക്രമ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞു. കുഞ്ഞികൃഷ്ണന്റെ വീടിന് നേരെ 3ാമത്തെ ആക്രമണമാണ് നടക്കുന്നത്. ഇതിനു മുൻപ് 2014-ൽ വീടിന്റെ മുൻപിലുള്ള മതിൽ തകർക്കുകയും അതിന്റെ പേരിൽ കേസ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.
പിന്നീട് കഴിഞ്ഞ ഏപ്രിലിൽ കല്ലെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്തിരുന്നു. അക്രമം കൂടി വരുന്നതിന്റെ പേരിൽ വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് വീണ്ടും വീട്ടിന് നേരെ അക്രമം നടന്നത്. ഇത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. പുലർച്ചെ 1:35 അക്രമം നടന്നത്. യൂറോ കപ്പ് ഫുട്ബോൾ കണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞികൃഷ്ണന്റെ മകൻ കിരൺ വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ജനൽ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടതെന്ന് കുഞ്ഞികൃഷ്ണന്റെ ഭാര്യ P. ഗീത പറഞ്ഞു. പുറത്ത് വന്ന് നോക്കുമ്പോഴേക്ക് ഗ്ലാസ് പൊളിഞ്ഞതേ കാണുന്നുള്ളൂ, ആളുണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അതിൽ ഓണാക്കി നോക്കുന്ന സമയത്ത് ഒരാൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മതിൽ പൊളിച്ച ആ ഭാഗത്ത് കൂടെ കയറി വന്ന് ഇവിടെ പൊളിക്കുന്നതും വന്ന് പൊളിച്ച് അതേപോലെ ഇറങ്ങിപ്പോയിട്ട് വന്ന വഴിയിലല്ല തിരിച്ചു പോയത്, മറ്റു ഭാഗത്തേക്ക് കൂടെ ഓടുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ ധൈര്യത്തോടെ കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ആക്കി തീർക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുടുംബത്തോടെ ഞങ്ങൾ വേറെ ആരുമായിട്ട് ഒരു പ്രശ്നത്തിലും ഇല്ലാത്തവരാണ്, ഒരു പരിപാടിക്കും പോകാത്തവരാണ്. പക്ഷേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണം, അത്രയേ നമുക്ക് വേണ്ടു. അതുകൊണ്ട് നമുക്ക് ഇതിന് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്ന സ്ഥിതിയിലേക്ക് നിയമ നടപടികൾ സ്വീകരിക്കണം തന്നെയാണ് നമുക്ക് ചന്ദേര എസ്ഐയോട് ഞാൻ പറയുകയും ചെയ്തില്ല. ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അക്രമം നടന്ന KV കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലെത്തിയ KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ സംഭവത്തെ അപലപിച്ചു. വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തി പ്രതികൾക്ക് ശിക്ഷ നൽകിയില്ലെങ്കിൽ പാർട്ടി തലത്തിൽ ആലോചിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഒരു വീട് ആക്രമിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം 4 ഗ്ലാസ് തകരുന്നു എന്നതല്ല, ഒരു മതിൽ തകരുന്നു എന്നതല്ല, നിർഭയമായി ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്നില്ല. ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ ശ്രീ കുഞ്ഞികൃഷ്ണനും അദ്ദേഹത്തിൻ്റെ കുടുംബവും പെടുന്നു എന്നുള്ളത് നമ്മുടെ സ്വൈര്യ ജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ വിഷയം നിസ്സാരമല്ല. മൂന്നാമത്തെ പ്രാവശ്യമാണ്, ഈ അടുത്ത കാലത്ത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വീട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ അധികാരികൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകം ഇത് സംബന്ധിച്ച് അവർക്ക് നിർഭയമായി ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കാൻ അധികാരികൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അത്തരം കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി തന്നെ പാർട്ടി തലത്തിൽ ചിന്തിക്കേണ്ടി വരും. അവർക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായ ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ തന്നെ സംഘടിപ്പിക്കേണ്ടി വരും എന്ന് ഇവിടെ ഞാൻ പ്രത്യേകം പറയുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. SBI ഒഴികെയുള്ള ബാങ്കുകളിൽ ഇടപാടുകൾ മുടങ്ങിയേക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ലയിപ്പിക്കുന്നതിലും IDBI ബാങ്കിന്റെ സ്വകാര്യവൽക്കരണത്തിലും കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ചൊവ്വാഴ്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള 5 അസോസിയേറ്റ് ബാങ്കുകളിലും ബുധനാഴ്ച എല്ലാ ബാങ്കുകളിലും ജീവനക്കാർ പണിമുടക്കും. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ പിന്തുണയോടെയാണ് സമരം. SBI ഒഴികെയുള്ള ബാങ്കുകളിൽ ഇതോടെ ഇടപാടുകൾ മുടങ്ങിയേക്കും. മാടായി കോളേജിൽ SFI KSU സംഘടനം. 2 SFI പ്രവർത്തകർക്കും 4 KSU പ്രവർത്തകർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ പയ്യന്നൂർ, പഴയങ്ങാടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഘർഷമുണ്ടായത്. SFI പ്രവർത്തകരായ K. രാഹുൽ, V. രാഹിത് എന്നിവരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനഃപൂർവ്വം KSUക്കാർ സംഘർഷമുണ്ടാക്കുകയാണ് ചെയ്തതെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. സംഭവത്തിൽ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് CP ഷിജു പ്രതിഷേധിച്ചു. മാടായി കോളേജിൽ കഴിഞ്ഞ കോളേജ് വർഷാരംഭത്തിന് കോളേജ് തുറന്നതിന് ശേഷം SFIക്കാർക്ക് നേരെ വീഴുന്ന 3ാമത്തെ അക്രമമാണ്. ഇന്ന് സമാധാനപരമായി ഇൻ്റർവ്യൂവിന് വരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു SFI പ്രവർത്തകർ നിന്നത്. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ KSUക്കാർ SFIക്കാരുടെ നേരെ ആക്രമിക്കുകയാണ് ചെയ്തത്. മാടായി കോളേജിലെ UUC ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചുകൊണ്ട് മാരകമായ രീതിയിൽ പരിക്കേൽപ്പിക്കുന്നൊരു അവസ്ഥയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷക്കാലം തുടർച്ചയായി SFI ഇവിടെ യൂണിയൻ ഭരിക്കുക. അപ്പോൾ അക്രമം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് KSUക്കാർ നടപ്പിലാക്കുന്നത്. മാടായി കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്തതെന്ന് KSUക്കാർ പറയുന്നു. മർദ്ദനമേറ്റ് പരിക്കേറ്റ KSU പ്രവർത്തകരായ KK അക്ഷയ്, ലിൻസ് അബ്രഹാം, ജോസഫ് മാത്യു, MP ഉസാമത്ത് എന്നിവരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. പടിയിറങ്ങേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് അഭയമായി ഉദിനൂർ യൂണിക്കോം എജിക്കം സെന്റർ. യൂണിക് ഭാരവാഹികൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പഠന സൗകര്യമൊരുക്കി സ്വീകരിച്ചു. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടേണ്ടി വന്നു.
ഇതറിഞ്ഞ ഉദിനൂർ യൂണിക് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിക് എഡ്യൂകോം സെന്റർ ഭാരവാഹികൾ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിത്തം തുടരാൻ താൽക്കാലികമായി യൂണിക് എഡ്യൂകോം സെന്റർ കെട്ടിടത്തിൽ സൗകര്യമൊരുക്കി സാമൂഹ്യ പ്രതിബദ്ധത കാട്ടി. കുട്ടികളെയും അധ്യാപകരെയും സ്വീകരിക്കുകയും ക്ലാസുകൾ തുടങ്ങുകയും ചെയ്തു. ഇന്നു മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുവത്തൂർ AEO സദാനന്ദൻ അവരുടെ സഹകരണത്തോടുകൂടി AEO ഓഫീസിലെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടുകൂടി ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂളിന്റെ രക്ഷിതാക്കളുടെയും PTA കമ്മിറ്റിയുടെയും സ്റ്റാഫിന്റെയും വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണത്തോടുകൂടി ഇന്ന് യൂണിക് എഡ്യൂകോം സെന്ററിൽ നമ്മുടെ പ്രവർത്തനം താൽക്കാലികമായി ആരംഭിക്കുകയാണ്. ഉദിനൂർ എഡ്യൂകോം സെന്ററിൽ നടന്ന ലളിതമായ ചടങ്ങിൽ യൂണിക് ഭാരവാഹികളും നാട്ടുകാരും SYS പ്രവർത്തകരും ഒത്തുകൂടി. AK കുഞ്ഞബ്ദുള്ള, T അബ്ദുള്ള മാസ്റ്റർ, AB അബ്ദുള്ള മാസ്റ്റർ, TP മഹമ്മൂദ് ഹാജി, TC മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ബസ് ജീവനക്കാരും മുതലാളിമാരും അധികൃതരുമായി ചർച്ച നടത്തി. 2 ദിവസത്തിനകം പ്രവൃത്തി ആരംഭിക്കുമെന്ന് അധികാരികൾ. അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളികൾ. നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായിട്ട് കാലങ്ങളേറെയായി. ഇത് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ബസ് കോർഡിനേഷൻ കമ്മിറ്റി നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ജീവനക്കാരും മുതലാളിമാരും യോഗം ചേർന്ന ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കാൻ തീരുമാനമായിരുന്നു. എന്നാൽ പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് 2 ദിവസത്തിനകം പ്രവൃത്തി ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം താൽക്കാലികമായി ഉപേക്ഷിക്കാൻ തീരുമാനമായി. പഴയങ്ങാടിയിൽ ബസ് പാർക്കിംഗിൽ മാറ്റം വരുത്താൻ തീരുമാനമായതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV വത്സലൻ പറഞ്ഞു. ഇപ്പം പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ബസ് സ്റ്റാൻഡ് ബഹിഷ്കരണം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ എന്തായാലും ബസ് സ്റ്റാൻഡിൽ കയറാത്ത ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഫീ കൊടുക്കില്ലെന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബസ് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ് ഉന്നത വിജയികളെ അനുമോദിച്ചു. PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ BA ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് നേടിയ നിമിഷ PAയും ഹിസ്റ്ററി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCom പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിലെ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് MP PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്കൂളുകൾ ആരംഭകാലം മുതൽ 1ാം സ്ഥാനം നേടുന്ന സ്കൂളുകളാണ്. 100% റിസൾട്ട്. ഇനി അതല്ലെങ്കിൽ 98 അല്ലെങ്കിൽ 95 ഇങ്ങനെ 90% മുകളിലേക്ക് മാത്രം വിജയം. അതിനപ്പുറത്ത് നാടോട് നോക്കേണ്ടി വന്നിട്ടേയില്ല. ഇത് പ്രത്യേകിച്ച് കരിമണ്ണൂരും വെള്ളൂരും മാപ്പിലും ഒക്കെ പറയുന്ന സ്കൂളുകളെന്ന് കണ്ടക്കാടി എക്സലന്റ് സ്കൂളുകളൊക്കെ ഏറ്റവും ഉയർന്ന വിജയശതമാനം കൈവരിച്ച സ്കൂളുകളാണ്. B കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായി. AP മധുസൂദനൻ, PJ ജോസ്, E രവി മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യയുടെ മകൾ സംഗീതശില്പം അരങ്ങേറി. വാക്കരങ്ങ് ശ്രദ്ധേയമായി. കരിവള്ളൂർ യവനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്ന് യവനവേദി ഹാളിൽ നടന്ന പരിപാടിയിൽ നിരൂപകൻ EP രാജഗോപാലൻ വിഷയാവതരണം നടത്തി. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനെയും അതിന്റെ നാടകരൂപത്തിനെയും അധികരിച്ചായിരുന്നു സംവാദം സംഘടിപ്പിച്ചത്. ഒരു കൃതിയുടെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും വായന വ്യത്യസ്തമായിരിക്കുമെന്ന് അവതരണ ഭാഷണത്തിൽ EP രാജഗോപാലൻ പറഞ്ഞു. പഴയ ഖസാക്കല്ല ഇന്നത്തെ ഖസാക്ക്. തീർച്ചയായിട്ടും നാളത്തെ ഖസാക്ക് ഇന്നത്തെ ഖസാക്കും ആയിരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കൃതിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ വായനക്കാരാണ്. വായനക്കാരുടെ ലോകബോധവും ഭാഷാബോധവും മാറുന്നതനുസരിച്ച് കൃതിയുടെ അർത്ഥവും മാറും. കൃഷിഭൂമി കർഷകൻ എന്ന് പറയുന്ന പോലെ കൃതിഭൂമി വായനക്കാരനാണ്.
ചടങ്ങിൽ പ്രകാശൻ കരിവള്ളൂർ അധ്യക്ഷനായി. ടി സുരേഷ് സ്വാഗതം പറഞ്ഞു. ദിനേശൻ PS, ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാർഷികോത്സവം തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടക്കാവ് കോളനിയിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിത്തിറക്കി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 17 വർഷം വിവിധ പരിപാടികളോടുകൂടി നടത്തിയ കുടുംബശ്രീ വാർഷികം ഇത്തവണ പൊലിവ് കാർഷികോത്സവമായി നടത്തുവാൻ കേരള സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. നടക്കാവ് കോളനിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചക്കറി വിത്ത് നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ C രവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ, പഞ്ചായത്ത് അംഗം P കുഞ്ഞമ്പു, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജതീന്ദ്രൻ, CDS ചെയർപേഴ്സൺ MK പ്രസന്ന, കൃഷ്ണപ്രസാദ്, ജനപ്രതിനിധികൾ, CDS, ADS മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാങ്കോൽ സമന്വയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ EMS മന്ദിരത്തിൽ അനുമോദനവും ആദരിക്കലും നടന്നു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണനെ ആദരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു 25-30 കൊല്ലങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 30 കൊല്ലങ്ങൾക്ക് മുൻപ് പരിശോധിച്ചാൽ നമ്മുടെ എല്ലാ മേഖലയിൽ 2 തരം സ്കൂളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സർക്കാർ ഹൈസ്കൂളുകളാണ്, 2 എയ്ഡഡ് ഹൈസ്കൂളുകളാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സർക്കാർ ഹൈസ്കൂളുകൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ, എന്നാൽ അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷയായി. N അബ്ദുൾ സമീർ സ്വാഗതം പറഞ്ഞു. N അബ്ദുൾ ഗഫൂർ, UV ശശീന്ദ്രൻ, PP പ്രദീപൻ, രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ ഉദ്ഘാടനം ചെയ്തു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച അസോസിയേഷൻ അംഗങ്ങളായ A ഗോപാലൻ, TV മുരളി, MP പങ്കജാക്ഷി, PV നളിനി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലൊക്കെ പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഉദ്ഘാടകൻ എന്ന നിലയിൽ ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. സെക്രട്ടറി വൈജു ഉൾപ്പെടെയുള്ള നേതാക്കൾ നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ വിശദീകരിക്കും. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം ഏറ്റവും ആവേശപൂർവ്വം നടത്തേണ്ട ഒരു സന്ദർഭം. PN ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. V ഷിബു സ്വാഗതം ആശംസിച്ചു. KBEA സംസ്ഥാന ജനറൽ സെക്രട്ടറി T ബൈജു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. TV വിനോദ് കുമാർ, N നാരായണൻ, PV സുരേന്ദ്രൻ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റിയുടെ പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ജൂലൈ 13 പെരുമ്പ ലത്തീഫിയ മദ്രസ കോമ്പൗണ്ടിൽ നടക്കും. കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാജി അബ്ദുൽ അസീസ് ടെക്സ്റ്റൈൽസും ഹിദ്മ സഹാറ ഹജ്ജ് ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ നടത്തിവരുന്ന പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ജൂലൈ 13 ബുധനാഴ്ച പെരുമ്പ ലത്തീഫിയ മദ്രസ കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെടും. ക്യാമ്പിൽ പണ്ഡിതനും മുൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിലെ മെമ്പറുമായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, ചുഴലി മൊഹീദ്ദീൻ മൗലവി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകും. ആദ്യമായി ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് കർമ്മങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് LCD പ്രൊജക്ട് സ്ക്രീനിലൂടെ പ്രാക്ടിക്കൽ ക്ലാസും ഒരുക്കും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. സ്ത്രീകൾക്ക് ക്യാമ്പിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് മുൻവർഷങ്ങളിൽ പോയ ഹജ്ജാജിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂട്ടുപ്രാർത്ഥനയ്ക്ക് പാണക്കാട് ഹമീദലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. ക്യാമ്പിൽ ഹാജിമാർക്ക് വഴികാട്ടി എന്ന ഹജ്ജ് ഗൈഡ് വിതരണം ചെയ്യും. ക്യാമ്പിൽ എത്തിച്ചേരുന്നവർക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വാഹന സൗകര്യം ഏർപ്പെടുത്തും.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഹജ്ജ് ക്യാമ്പിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. SK ഹംസ ഹാജി, OA അബ്ദുൾ റഹ്മാൻ, CV ജാബിർ, KT സഹദുള്ള, CV ജലീൽ, CT ഖാദർ, CP അബ്ദുള്ള, കാട്ടൂർ ഹംസ, VKP ഇസ്മയിൽ, A മുജീബ്, S ഖാദർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിവള്ളൂർ ആണൂർ കിഴക്ക് കൃഷ്ണപിള്ള സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂരിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സഖാവ് കൃഷ്ണപിള്ള സ്മാരക വായനശാല ഗ്രന്ഥാലയം. 2016 ആഗസ്റ്റ് 19 മുതൽ 2017 മെയ് വരെ വായനശാല രജത ജൂബിലി സംഘടിപ്പിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് വായനശാലയിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നത്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെയും ഇന്ത്യയിലെയും ചരിത്രത്തിൽ ഒരു പുതിയ ദിശയെ ആദ്യ ഫണ്ട് PK കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററിൽ നിന്ന് വാർഡ് മെമ്പർ TV വിനോദ് ഏറ്റുവാങ്ങി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് കവിക്കാട് കേശവ നമ്പൂതിരിയെ ആദരിച്ചു. KK ഗോവിന്ദ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കവന കൗതുകം, കാണിപ്പയ്യൂർ പുരസ്കാരമടക്കം നിരവധി ബഹുമതികൾ നേടി നാടിന്റെ അഭിമാനമായ കവിയും പണ്ഡിതനുമായ കാരക്കാട് കേശവൻ നമ്പൂതിരിയെ കേശവതീരം ആയുർവേദ ഗ്രാമം ആദരിച്ചു. ഡോക്ടർ കേശവൻ വിതിരമന കവി കാരക്കാടിനെ പൊന്നാടി അണിയിച്ചു. ചടങ്ങിൽ ഡോക്ടർ EV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, R ഉണ്ണിമാധവൻ, രാജേശ്വരി അമ്മ, KM ബാലകൃഷ്ണൻ, KE മാധവൻ നമ്പൂതിരി, VP രവീന്ദ്രൻ നായനാർ, KS കേശവൻ നമ്പൂതിരി, രാമകൃഷ്ണൻ കണ്ണൂം തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കാരക്കാട് കേശവൻ നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി. വിതിരമന വിഷ്ണു നമ്പൂതിരി സ്വാഗതവും PK രാമദാസ് നായർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പെരളം AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാവേദി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. വായനശാലകളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിനെ കുറിച്ചാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. പ്രതിരോധവും പ്രതിഷേധവും ഒരു സ്ത്രീ ആരാച്ചാരുടെ കഥ എന്നതിനെ മുൻനിർത്തി നടത്തിയ ചർച്ചയ്ക്ക് സീമ PD അവതരണ പ്രഭാഷണം നടത്തി. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അതൊക്കെ തന്നെ നമ്മളിലേക്ക് വളരെ വേഗം അവർ പറയുന്ന അതേപോലെയാണ് കയറി വരുന്നത്. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കഥാപാത്രത്തെ കുറിച്ച് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മളുടേതായ ഭാവനയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയും. വായന എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു കൃതി വായിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും അത് നിങ്ങളുടെ വായനയാവില്ല. വംശ പരമ്പരകളിൽ നിന്ന് ഊർജം തേടി മുന്നോട്ട് കുതിക്കാനൊരുങ്ങുന്നവളും തുറസ്സുകളിലടക്കം സ്വകാര്യമായി ആക്രമിക്കപ്പെടുന്നു എന്ന നോവലിലെ ഉദ്ധരണി എല്ലാ കാലത്തും സ്ത്രീ നേരിടുന്ന പ്രതിസന്ധിയാണെന്ന് ചർച്ചയിൽ അഭിപ്രായമുണ്ടായി. നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹിന്ദി പരീക്ഷയിൽ റാങ്ക് നേടിയവരെയും ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D വിമല അധ്യക്ഷയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ, CO പ്രഭാകരൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് പൂരക്കളി യൂണിറ്റ് പ്രസിഡന്റായിരുന്ന കൂലേരിക്കാരൻ വിനോദ് അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് കൈമാറലും അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിൽ നടന്നു. പൂരക്കളി രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനും പരിശീലകനുമായിരുന്ന അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവിലെ പൂരക്കളി യൂണിറ്റ് പ്രസിഡന്റ് കൂലേരി വിനോദിന്റെ അകാല വിയോഗം പൂരക്കളി കലാകാരന്മാരെ സംബന്ധിച്ച് തീരാനഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കേണ്ടത് പൂരക്കളി പ്രവർത്തകരുടെ കടമയാണെന്നറിഞ്ഞാണ് അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവിലെ പൂരക്കളി യൂണിറ്റ് സ്വരൂപിച്ച കുടുംബസഹായ ഫണ്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറിയത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ മുണ്ടയാട്ട് കുഞ്ഞിരാമൻ അന്തിത്തിര്യൻ ഫണ്ട് കുടുംബത്തിന് കൈമാറി. രാശാന്ത നിലക്ക് പറയുന്നതല്ല, പക്ഷെ വിനോദം കാണിച്ചു കൊടുക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് അവരവർ അതൊരു അനുസരണത്തോടുകൂടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ്.
പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിനോദിനോടുള്ളതായ സ്നേഹ ബഹുമാനങ്ങളാണ്. അദ്ദേഹം വലിയ ഒരാളായിട്ടില്ലെങ്കിലും പൂരകളി രംഗത്തെ ഗുരുവാണ് എന്നുള്ള ധാരണ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ അനുസരണം കളിയിൽ കാണിക്കാറ്. തുടർന്ന് പി മാധവൻ പണിക്കർ പിലിക്കോട് അനുസ്മരണ ഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. സദ്ഭാവന ട്രസ്റ്റ് പയ്യന്നൂരിന്റെയും കേശവതീരം ആയുർവേദ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ചീഫ് മെഡിക്കൽ ഓഫീസർ SR ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വി മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രജീഷ് കണ്ണോത്ത്, ധനദാസ് സുനിൽകുമാർ, ടി ഉഷ, സ്മിത KC, രവീന്ദ്രൻ നായനാർ, വിദ്രമന വിഷ്ണു നമ്പൂതിരി, C അനിൽകുമാർ, അരുൺ കല്ലിടൽ, വൈശാഖ PV, കിരൺ V, അബിത PV, മഞ്ജുള കൊയിലേരി, മഹേഷ്, പ്രകാശൻ കണ്ടോത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കേശവൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. തുടർന്ന് സൗജന്യ മരുന്ന് വിതരണവും നടന്നു. അന്നൂർ UP സ്കൂളിലെ 1965-66 വർഷം 7ാം ക്ലാസ് വിട്ട സഹപാഠികളുടെ സംഗമം സംഘടിപ്പിക്കുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. നമ്മുടെ നാട്ടിലും തീവ്രവാദം വളരുന്നുവോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഒട്ടനവധി ചെറുപ്പക്കാരെ ഇന്ന് IS തീവ്രവാദികൾ അവരുടെ തീവ്രവാദ കേന്ദ്രത്തിലേക്ക് അവർക്ക് വേണ്ടുന്നത് നൽകി, അവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് ഈ സമൂഹത്തിൽ നിന്നും അവരെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു തീവ്രവാദത്തിൻ്റെ ക്യാമ്പിലേക്ക് അവർ പോലും അറിയാതെ അവർ എത്തിപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും തകർത്ത് മതത്തിൻ്റെ ഒരു ലോകം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്തരം ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥിനികളടക്കം IS അംഗങ്ങളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത് തടയേണ്ടത് നമ്മൾ ആ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്കറിയില്ലപ്പം അതിനും വലിയ വിഷമയുടെ കാര്യമാണ് മനസ്സിൽ നിന്ന് അലക്കുന്നത്. വളരെ വിഷമയുടെ കാര്യമാണ്. മനുഷ്യന്മാർ തമ്മിൽ തട്ടിക്കൊണ്ടുപോകുന്ന വിഷമമുണ്ട്. പല രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കാസർഗോഡും അതുപോലെ മലപ്പുറത്തും കോഴിക്കോടും തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ ചെറുപ്പക്കാരും അതുപോലെ തന്നെ മറ്റ് യുവാക്കന്മാരൊക്കെ അതിനകത്ത് പങ്കുചേർന്നിട്ടെന്നൊക്കെ സൂചിപ്പിച്ചപ്പോൾ വളരെ നിസ്സാരമായ രീതിയിൽ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ ക്രൈംബ്രാഞ്ചൊക്കെ എഴുതി തള്ളിയ ആണ് ഇവിടെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നില്ല, കേരളത്തിൽ അങ്ങനെ ഒരു സംഘടനയില്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പത്രവാർത്തകളും അതേ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട് ഉണരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പോക്ക് പോയി കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാൻ്റെ പോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാപ്പിള തെയ്യത്തിൻ്റെയും പാറപ്പള്ളി മകാവൻ്റെയും തുടങ്ങിയ മതസൗഹാർദ്ദത്തിൻ്റെ പെരുമ പറയുന്ന കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നാണ് കൂടുതൽ പേരും ISISലേക്ക് ചേർന്നിട്ടുള്ളത്. ഇത്തരമൊരു വാർത്ത നമ്മുടെ ഭരണകൂടം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല. കൃത്യമായ അന്വേഷണം ഇതിലൂടെ നടത്തേണ്ടതുണ്ട്. കുറ്റവാളികളെ പിടികൂടേണ്ടതുണ്ട്. ഇനിയും ഈ നാട്ടിൽ നിന്നും ഇത്തരം ഏജൻസികൾക്ക് പിടിമുറക്കാൻ ഒരു അവസരവും കൊടുക്കാതെ മുഴുവൻ ആളുകളെയും നല്ല അന്വേഷണത്തിലൂടെ പിടിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരെ ഉൾപ്പെടെ റാഞ്ചാനുള്ള ശ്രമം ഇവർ നടത്തുമ്പോൾ ഇതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഒരു മതേതര മനസാക്ഷിയുടെ എല്ലാം ആവശ്യമാണ്. മതേതരത്വം രാജ്യത്ത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ മോദി ഭരണത്തിൽ പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇത് വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് ISലേക്ക് ഇനിയും. കാരണം ISൻ്റെ ലക്ഷ്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യമാണ് എന്നിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ തെളിഞ്ഞൊരു കേസ് മാത്രമാണ് ഈ 10 16. ഇനി എത്രയോ ആളുകൾ ചിലപ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണിൽ നിന്നടക്കം പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റിതര സംസ്ഥാനത്തിൽ നിന്നും എത്രയോ ആളുകൾ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നല്ല
നല്ല രീതിയിലുള്ള പരിശോധന നടത്തേണ്ടതും കർക്കശമായിട്ടുള്ള നിലപാടുകളെടുത്തുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകണം. അത് പറയുമ്പോൾ മതേതരത്വം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് തന്നെയാണ് പറയാൻ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IS ബന്ധം തൃക്കരിപ്പൂർ സ്വദേശി മുംബൈയിൽ പിടിയിൽ. തീവ്രവാദ ബന്ധം ആരോപിച്ച് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. ജാതി സർട്ടിഫിക്കറ്റിന് സ്ഥിരം സംവിധാനമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടാതെ കോളേജ് അഡ്മിഷൻ വരെ നഷ്ടമാകുന്നതായി പരാതി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. മാടായി കോളേജിൽ സംഘർഷം. 2 SFI പ്രവർത്തകർക്കും 4 KSU പ്രവർത്തകർക്കും പരിക്ക്. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. പടിയിറങ്ങേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് അഭയമായി ഉദിനൂർ യൂണിക് എഡ്യൂകോം സെന്റർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.